നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെന്റർ ആൽഫ നടപ്പിലാക്കുന്ന പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിലൂടെ 25 ലക്ഷം രൂപയുടെ 25,000 സ്പോൺസർഷിപ്പുകൾ നേടാൻ തീരുമാനിച്ചു. ആൽഫ കൊല്ലം സെന്റർ പ്രസിഡന്റ് സന്തോഷ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പയിന്റെ വിജയത്തിനു വേണ്ടി കമ്മിറ്റി അംഗങ്ങൾ ആത്മാർത്ഥ ശ്രമം നടത്താനും പരമാവധി സ്പോൺസർഷിപ്പുകൾ നേടാനും തീരുമാനിച്ചു. സെക്രട്ടറി ബിന്ദു സാജൻ പ്രവർത്തന അവലോകനം നടത്തി. സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ഇടപെടൽ ശക്തമാക്കാനും ഹോം കെയറിൽ ഉൾപ്പെടെ വോളണ്ടിയർ സാന്നിധ്യം ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു. ഇതിനായി ട്രഷറർ ശ്രീദേവിയെ ചുമതലപ്പെടുത്തി. സെൻട്രൽ കൗൺസിൽ മെമ്പർ എസ് സിനിൽ, ജോയിന്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ, സുധീർ കരിക്കോട്, ഷാജഹാൻ, സിദ്ധാർത്ഥൻ, ഷിബു റാവുത്തർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം TKM സെന്റിനറി പബ്ലിക് സ്കൂളിൽ ആരിഷ് ക്ലബ് അംഗങ്ങൾക്കായി പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് നടത്തി. കൊല്ലം സെന്റർ സ്റ്റാഫ് നഴ്സ് ജിഷ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളോട് 10 സ്കിൽസ് ഓഫ് പാലിയേറ്റീവ് കെയർ ചർച്ച ചെയ്തു. തുടർന്ന് കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജയ ആരിഷ് ക്ലബിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. 52 ആരിഷ് ക്ലബ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൽഫ ഏറ്റുമാനൂർ സെന്റർ അതിരമ്പുഴ അൽഫോൺസ ട്രസ്റ്റ് സംഘടിപ്പിച്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പയിനോടനുബന്ധിച്ച് പേഷ്യന്റ് കെയർ കൗണ്ടർ തുറന്നു. അതിരമ്പുഴ സെന്റ് മേരീസ് ഹാളിൽ നടന്ന ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ആൽഫയുടെ സ്റ്റാളിൽ സൗജന്യമായി ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവ പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ആൽഫയുടെ സ്റ്റാൾ വലിയ വിജയമായെന്നും ആൽഫയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ സന്നദ്ധ പ്രവർത്തകരെ ലഭിക്കുന്നതിന് ഇത് അവസരമൊരുക്കിയെന്നും സെന്റർ പ്രസിഡന്റ് VM മാത്യു പറഞ്ഞു. ആൽഫ കോട്ടയം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അക്ഷയ N രാജ്, നഴ്സുമാരായ ബിന്ദു, മിനി എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കുട്ടനാട്, തിരുവല്ല സെന്ററുകളിൽ ഹോം കെയർ നടത്തുന്ന ഡോക്ടർ ആമിനയ്ക്ക് ഹോം കെയർ നടത്തുന്നതിനാവശ്യമായ വാഹനം കൈമാറി. എടമുട്ടം ആൽഫ ഹോസ്പിസിൽ നടന്ന ചടങ്ങിൽ ആൽഫ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ OS വർഗീസ്, PRO താഹിറ മുജീബ്, അസിസ്റ്റന്റ് PRO റാഫി കെപ്പോൾ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.